വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. എല്ലാം കാണുന്ന കണ്ണുകൾ, എല്ലാം കേൾക്കുന്ന കാതുകൾ, എല്ലാം അറിയുന്ന ഹൃത്തടം നിന്റേതു മാത്രമല്ലോ നാഥ, നിന്റേതു മാത്രമല്ലോ. എൻ്റെ ആദ്യ വ്രതവാഗ്ദാനത്തിനു ശേഷം ഞാൻ രോഗാതുരയായപ്പോൾ വളരെ സ്നേഹത്തോടും ജാഗ്രതയോടും കൂടിയുള്ള എൻ്റെ സുപ്പീരിയേഴ്സിൻ്റെ പരിരക്ഷയും ഡോക്ടറുടെ പരിശ്രമങ്ങളും ഉണ്ടായിട്ടും എൻ്റെ രോഗത്തിന് ഒരു മാറ്റവും വന്നില്ല. ഇതെല്ലാം എൻ്റെ അഭിനയമാണെന്നുള്ള അപഖ്യാതികളും ഞാൻ കേട്ടു. അതോടെ എൻ്റെ സഹനം ഇരട്ടിച്ചു. ഇത് വളരെ കാലം നീണ്ടുനിന്നു. ഞാൻ സിസ്റ്റേഴ്സിന് ഒരു ഭാരമായി തീരുകയാണെന്ന് ഈശോയോട് ഒരു ദിവസം പരാതിപ്പെട്ടു. ഈശോ എന്നോട് പറഞ്ഞു, നീ നിനക്കു വേണ്ടിയല്ല, ആത്മാക്കൾക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്. നിന്റെ സഹനം മറ്റുള്ള ആത്മാക്കൾക്ക് പ്രയോജനപ്പെടും. നിന്റെ ദീർഘസഹനം അവർക്ക് എൻ്റെ തിരുമനസ് സ്വീകരിക്കാനുള്ള വെളിച്ചവും ശക്തിയും നൽകും. എൻ്റെ നന്മ പ്രവൃത്തികളും പ്രാർത്ഥനകളും ദൈവത്തിന് പ്രീതികരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സഹനം. കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്താൻ പോലും ഞാൻ ധൈര്യപ്പെട്ടില്ല. ചാപ്പലിലെ സമൂഹ പ്രാർത്ഥനയുടെ സമയത്ത് അതെനിക്ക് വലിയ ഉപദ്രവം ചെയ്തു. ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷം മദർ സുപ്പീരിയർ റാഫേൽ എന്നെ അരികിൽ വിളിച്ചു പറഞ്ഞു, സിസ്റ്റർ, കൃപയ്ക്കും സമാധാനത്തിനുമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തെന്നാൽ നിന്നെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു. മറ്റു സിസ്റ്റേഴ്സും ഇത് തന്നെ എന്നോട് പറഞ്ഞു. സിസ്റ്റർ, നിന്നെ എന്തു ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ സ്വയം പീഡിപ്പിക്കരുത്. പക്ഷേ മദർ സുപ്പീരിയറുമായുള്ള ഈ കൂടിക്കാഴ്ചകളൊന്നും എനിക്ക് സമാധാനം തന്നില്ല. എൻ്റെ വിഷമങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടിയും ലഭിച്ചില്ല. കൂടുതൽ അന്ധകാരം ദൈവത്തെ എന്നിൽ നിന്ന് മറച്ചു. കുമ്പസാരക്കൂട്ടിൽ കൂടുതൽ സഹായത്തിനായി ഞാൻ അർത്ഥിച്ചു. അവിടെയും എനിക്ക് സമാധാനം ലഭിച്ചില്ല. ഒരു വിശുദ്ധനായ വൈദികൻ എന്നെ സഹായിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാൻ പോലും പറ്റാത്ത ദുരിതത്തിലായിരുന്നു ഞാൻ. അതെന്നെ കൂടുതൽ വേദനിപ്പിച്ചു. മറച്ചുവെക്കാൻ സാധിക്കാത്ത വിധം മരണതുല്യമായ ദുഃഖം എൻ്റെ ആത്മാവിനെ കീഴടക്കി. എൻ്റെ ചുറ്റുമുള്ളവർക്കും അത് സുവ്യക്തമായിരുന്നു. എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. രാത്രികൾ കൂടുതൽ അന്ധകാരപൂർണമായി. ഞാൻ കുമ്പസാരിക്കാൻ സമീപിച്ച വൈദികൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, നിന്നിൽ വളരെ പ്രത്യേകതയുള്ള കൃപകൾ ഞാൻ കാണുന്നു. നിന്നെക്കുറിച്ച് എനിക്ക് യാതൊരു മനക്ലേശവും തോന്നുന്നില്ല. നീ എന്തിനാണ് നിന്നെ തന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ആ സമയം എനിക്കൊട്ടും തന്നെ മനസ്സിലായില്ല. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രായശ്ചിത്തമായി തെദേവും അല്ലെങ്കിൽ സ്തോത്രഗീതം പാടുക, അല്ലെങ്കിൽ വൈകുന്നേരം പൂന്തോട്ടത്തിന് ചുറ്റും വേഗത്തിൽ ഓടുക, അതുമല്ലെങ്കിൽ ഒരു ദിവസം 10 പ്രാവശ്യം ഉറക്കെ ചിരിക്കുക, ഇവയൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഈ പ്രായശ്ചിത്തങ്ങൾ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ആ വൈദികനും എന്നെ കാര്യമായി സഹായിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ സഹനത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നതാണ് ദൈവഹിതമെന്ന് എനിക്ക് തോന്നി.